എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കൊരു ക്ലിനിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നിങ്ങൾ പടികൾ കയറുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്നു എന്ന് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തലവേദന വരുന്നു. നിങ്ങൾ ആകപ്പാടെ അങ്കലാപ്പിലാകുന്നു, ആൻഷ്യസ് ആകുന്നു. ഈ തലവേദന ഏതെങ്കിലും ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണമാണ്. ഈ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടിയത് ഏതെങ്കിലും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണ്. എനിക്ക് ഹൃദ്രോഗമുണ്ടോ? എനിക്ക് തലയ്ക്കകത്ത് ട്യൂമറുണ്ടോ? അതല്ലെങ്കിൽ എൻ്റെ വയറിനകത്ത് ക്യാൻസർ ഉണ്ടോ? വയറുവേദന വന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവർ. ഇതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചാറ്റ് ബോട്ടിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നു, മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ഇത് നമ്മുടെ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. നമുക്ക് കൃത്യമായ മറുപടി കിട്ടുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയി പതിയുന്നു. ഇതിന് നമുക്ക് ഹെൽത്ത് ആങ്സൈറ്റി എന്ന് വിളിക്കാമോ? ഇത് താൽക്കാലികമാണോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തേക്ക് താൽക്കാലികമായിരിക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ കുടുംബക്കാരോട് ചോദിക്കുന്നു, ഇതുപോലെ ചാറ്റ് ബോട്ടിനോട് ചോദിക്കുന്നു. ചാറ്റ് ബോട്ട് പറയുന്നു കുഴപ്പങ്ങളൊന്നുമില്ല. ആ ചാറ്റ് ബോട്ട് പൊതുവെ പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണണം എന്ന് തന്നെ ആയിരിക്കും. പക്ഷേ വീട്ടുകാർ പറയുന്നത് ഇതൊക്കെ സാധാരണമാണ്. സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അതിലും പറയും സാധാരണമാണ്. നമുക്കൊരു റീഅഷുറൻസ് കിട്ടുന്നു. നമ്മൾ താൽക്കാലികമായി ഈ സബ്ജക്റ്റ് വിടുന്നു. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ ഹാർട്ട് ബീറ്റ് ചെറുതായി കൂടുകയോ അല്ലെങ്കിൽ തലവേദന വരികയോ ചെയ്താൽ നമ്മൾ കൂടുതൽ ടെൻഷനാവുന്നു. വീണ്ടും സെർച്ചിലേക്ക് പോകുന്നു, വീണ്ടും വീട്ടുകാരോട് ചോദിക്കുന്നു. ഇത് 2-3 ദിവസം തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ റീഅഷുറൻസ് നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അത് പിന്നീട് ഹെൽത്ത് ആങ്സൈറ്റിയായി മാറുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സൈക്കിളാണ്. ഞാൻ അതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്, പാനിക് അറ്റാക്ക് ഉള്ളവർക്കും പാനിക് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പാനിക് ഡിസോർഡറായി വരുന്നവർക്കും എല്ലാം സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോയി, കാഷ്വാലിറ്റിയിൽ പോയി ഡോക്ടർമാരെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് ഹൃദയത്തിനും മറ്റ് ശാരീരിക ഭാഗങ്ങൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെൽത്ത് ആങ്സൈറ്റി. അതല്ലാതെ തന്നെ ഏതെങ്കിലും ടെസ്റ്റിന് പോകുമ്പോൾ, ഏതെങ്കിലും ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ തലവേദനയോ അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടുതലോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസവുമാണ് ഈ പറയുന്ന ഹെൽത്ത് ആങ്സൈറ്റി. ഏത് രീതിയിലും വരാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിലോ അതല്ലെങ്കിൽ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിച്ച് ഇതിൽ ക്ലാരിഫിക്കേഷൻ വരുന്നതിലും നല്ലത് നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ പോയി കണ്ട് ഇതിന് വേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് CBTയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ മെയിനായി പറയുന്നത് ഇതെന്താണ് ഹെൽത്ത് ആങ്സൈറ്റി മാനസികമായി, അതെന്താണ്, അതിന് തക്കതായ രീതിയിൽ CBT ഉപകരണങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതൊരു വലിയ വീഡിയോ ആണ്. ദയവ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല പോയിന്റുകളും നിങ്ങൾക്ക് ഗുണകരമായി വരാം. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഇതിലും കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഇത് 2 ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ ഭാഗവും 2ാമത്തെ ഭാഗവും നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മുഴുവനായും കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹെൽത്ത് ആങ്സൈറ്റി ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ രീതിയിലോ അതല്ലെങ്കിൽ പാനിക് അറ്റാക്കോ പാനിക് ഡിസോർഡറോ ജനറൽ ആങ്സൈറ്റി ഡിസോർഡറോ ഡിപ്രഷൻ ഉള്ളവർക്ക് പോലും, ചിലപ്പോൾ ബൈപ്പോളർ ഉള്ളവർക്ക്, OCD ഉള്ളവർക്ക് എല്ലാം വരാവുന്ന ഒരു വിഷയമാണ്, ഒരു മാനസിക പ്രശ്നമാണ് ഈ പറയുന്ന ഹെൽത്ത് ആങ്സൈറ്റി. പലർക്കും ഇത് വളരെയധികം ദോഷകരമായി ജീവിതത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഒരു കാരണവശാലും വീഡിയോ കാണുമ്പോൾ കമൻറ്റുകൾ വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. വീഡിയോയിലും ശ്രദ്ധ പോവില്ല, കമൻറ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീഅഷുറൻസ് സീക്കിംഗ് ബിഹേവിയറാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കുന്നു, പക്ഷേ നമ്മൾക്ക് ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഉറപ്പ് നേടിയെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഉറപ്പ് അംഗീകരിക്കാത്തത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വരുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സാധാരണ ഉത്കണ്ഠയും അല്ലെങ്കിൽ സാധാരണ ആങ്സൈറ്റിയും ഹെൽത്ത് ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഒരു മനുഷ്യന് ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള സ്വാഭാവികമായ ആശങ്കയുണ്ടാവാം. ഹൃദ്രോഗം വരുമോ, ഹൃദ്രോഗമുണ്ടോ? അതേപോലെ തലവേദന വന്നു കഴിഞ്ഞാൽ ട്യൂബറുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവാം. വയറുവേദന വന്ന് കുറേ ദിവസം നിൽക്കുകയാണെങ്കിൽ വയറിനകത്ത് ക്യാൻസർ ഉണ്ടോ എന്നുള്ള ആശങ്ക ഉണ്ടാവാം. ഇതെല്ലാം സാധാരണ ആങ്സൈറ്റിയാണ്. ഹെൽത്ത് കൺസേൺ ഉണ്ടാവാം, ഇങ്ങനെ വരരുത് എന്നുള്ള രീതിയിലുള്ള, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സെർച്ചൊക്കെ നടത്താം. അത് രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതെല്ലാം സാധാരണമാണ്. പക്ഷേ ഇത് ഹെൽത്ത് ആങ്സൈറ്റി ആയി മാറുന്നത് എപ്പോഴാണ്? ഡോക്ടർമാരെ കാണിച്ചതിന് ശേഷവും റീഅഷുറൻസ് കിട്ടിയതിന് ശേഷവും ഇത് ശാരീരികമായി യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നും എല്ലാം അറിഞ്ഞതിന് ശേഷവും എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് ചികിത്സിച്ചേ മതിയാവും, അതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കും, ഇതെപ്പോഴും സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് ദിനംപ്രതി ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തെ കണ്ടിന്യൂസ്ലി മോശമാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഹെൽത്ത് ആങ്സൈറ്റി. അതാണ് ആങ്സൈറ്റിയും സാധാരണ ഹെൽത്ത് ആങ്സൈറ്റിയും. ഇപ്പോൾ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ സാധാരണ ആങ്സൈറ്റി, ഹെൽത്ത് ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് ഹെൽത്ത് ആങ്സൈറ്റി നമ്മുടെ മാനസികം, അതായത് മനസ്സ് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അമിഗ്ഡലയാണ്. എന്താണ് സംഭവം? അമിഗ്ഡല ഒരു അലാറം സിസ്റ്റമാണ്. എന്തെങ്കിലും അപകടം നമുക്ക് വരുന്നുണ്ട് എന്ന് അമിഗ്ഡലയ്ക്ക് തോന്നിയാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ വാണിംഗ് തരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആൾറെഡി ഈ വിഷയത്തിൽ ടെൻഷനിലാണ് എന്നുണ്ടെങ്കിൽ ഹൃദയമിടിപ്പ് ചെറുതായി കൂടിയാൽ ഉടനെ നമ്മുടെ അമിഗ്ഡല അതിനെ പിക്കപ്പ് ചെയ്യുന്നത് എന്തോ അപകടകരമായിട്ടുള്ള കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വാണിംഗ് തരുന്നു. വാണിംഗ് തരുമ്പോൾ ആങ്സൈറ്റി വർദ്ധിക്കുന്നു. ആങ്സൈറ്റി വർദ്ധിക്കുമ്പോൾ ആൾറെഡി ഉണ്ടായിരുന്ന ചെറിയ ഹൃദയമിടിപ്പ് കൂടി കുറച്ചുകൂടി തീക്ഷ്ണമായ ഹൃദയമിടിപ്പായി മാറുന്നു. അത് നമ്മളെ കൂടുതൽ പേടിപ്പിക്കുന്നു. ഈ ചാക്രിക പ്രക്രിയ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. തലവേദനയുടെ കാര്യമാണെങ്കിൽ സെയിം കണ്ടീഷൻ. തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തലവേദനയാണെങ്കിൽ നമ്മളതിനെ ആങ്ഷ്യസ് ആയി കാണുമ്പോൾ, അയ്യോ എന്ന് പറഞ്ഞ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അലാറം സിസ്റ്റമായ അമിഗ്ഡല അതിനെ പിക്കപ്പ് ചെയ്യുന്നത് എന്തോ കാര്യമായ രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ വാണിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആങ്സൈറ്റി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യുന്നു. ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും അതിൻ്റെ കൂടെ തന്നെ തലവേദനയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾ കൂടുതൽ പേടിക്കുന്നു. കൂടുതൽ പേടിക്കുമ്പോൾ എഗെയിൻ ഹാർട്ട് ബീറ്റ് കൂടുന്നു, എഗെയിൻ തലവേദന കൂടുന്നു. ഇതും ഒരു ചാക്രിക പ്രക്രിയയായി മാറും. അപ്പോൾ ഈ ചാക്രിക പ്രക്രിയ എപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ അമിഗ്ഡലയുടെ ഫാൾസ് അലാം, തെറ്റായ അലാറം സന്ദേശം നൽകുന്ന ഒരു വാണിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഇതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു വിഷ്യസ് സൈക്കിൾ എന്ന് പറയും, ദുഷിച്ച ചാക്രിക പ്രക്രിയ. ഞാനത് നേരത്തെ പറഞ്ഞു. അതായത് നമ്മൾ ആദ്യം ഒരു സിംറ്റത്തിനെ ചെറുതായി ആശങ്കയോടുകൂടി കാണുന്നു, നമ്മുടെ ശരീരത്തിലെ ഫാൾസ് അലാം സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു ചാക്രിക പ്രക്രിയയായിട്ട് കാണും. അതായത് ഒരു ചെറിയൊരു സിംറ്റം വരുന്നു, ആ സിംറ്റത്തിനെ നമ്മൾ ഒരല്പം ആശങ്കയോടുകൂടി കാണുന്നു. ആ ആശങ്ക നമ്മുടെ ശരീരത്തിലെ അലാറം സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നു. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നു. ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, ആങ്സൈറ്റി ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആങ്സൈറ്റി ലക്ഷണങ്ങൾ നമ്മുടെ സിംറ്റംസിനെ കൂടുതലാക്കുന്നു. അത് കൂടുതലാക്കിയ ഉടൻ നമ്മൾ കൂടുതൽ വിഷമിക്കാൻ തുടങ്ങുന്നു, എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന്. അത് വീണ്ടും നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിനെ ട്രിഗർ ചെയ്യുന്നു. കൂടുതൽ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു, കൂടുതൽ നമ്മൾ പേടിക്കുന്നു, കൂടുതൽ നമ്മുടെ ആങ്സൈറ്റി വർദ്ധിക്കുന്നു. റീഅഷുറൻസ് സീക്കിംഗ് ബിഹേവിയർ ചാറ്റ് ബോട്ടിൽ സെർച്ച് ചെയ്യുന്നു, അത് നമ്മുടെ ആശങ്ക വർദ്ധിക്കുന്നു, അത് ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നു, അത് സിംറ്റംസ് വർദ്ധിപ്പിക്കുന്നു. ഇതിങ്ങനെയുള്ള ഒരു ചാക്രിക പ്രക്രിയ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ഹെൽത്ത് ആങ്സൈറ്റി നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള സാഹചര്യം പിന്നീട് പതിയെ പതിയെ ഉണ്ടാകും. അത് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട 9 കാരണങ്ങൾ ചെറുതായി ഒന്ന് പറയാം. നമ്മൾ ശരീരത്തിലെ ഓരോ ചെറിയ മാറ്റവും ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഒരു ദിവസത്തിൽ തന്നെ പല തവണ ഗൂഗിളിൽ ഈ വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായി മാറും. വീണ്ടും വീണ്ടും ഡോക്ടറെയോ കുടുംബാംഗങ്ങളെയോ ഒരു സമാധാനത്തിന് വേണ്ടി സമീപിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. എല്ലാ പരിശോധനകളും നോർമലാണ് എന്നറിഞ്ഞിട്ടും അതിന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. വ്യായാമം, യാത്ര, ഭക്ഷണ പദാർത്ഥങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയെല്ലാം
ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളെയും വീണ്ടും വീണ്ടും പരിശോധിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ചെറിയ ലക്ഷണങ്ങളെ ഉടൻ ഗുരുതര രോഗമായി കാണുന്നതും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭൂരിഭാഗം ഭാഗത്തെയും അപഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പോലും, അവരുമായി സംസാരിക്കുന്നത് പോലും നിരന്തരം ഈ വിഷയത്തിൽ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും റീഅഷുറൻസ് തേടുന്നതിനുമായി മാത്രം ചിലവഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങുന്നു. ഹെൽത്ത് ആങ്സൈറ്റിയുടെ ഏറ്റവും വലിയ മോശമായ, ഏറ്റവും ഭീകരമായ വശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആശ്വാസം തേടുന്ന പ്രവൃത്തി, അതായത് റീഅഷുറൻസ് സീക്കിംഗ് ബിഹേവിയർ, എന്തുകൊണ്ട് നമുക്ക് താൽക്കാലികമായ സമാധാനം തരുന്നു? അതൊരു ചാക്രിക പ്രക്രിയയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ചാറ്റ് GPT-യോടോ അല്ലെങ്കിൽ ചാറ്റ് ബോട്ട്സിനോടോ അതല്ലെങ്കിൽ ഡോക്ടറോടോ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നു. അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായി ആ ആശങ്ക അകലുന്നു. പക്ഷേ ഇതൊരു വേദന സംഹാരി പോലെയാണ്. താൽക്കാലികമായ ആശ്വാസം കിട്ടുമെങ്കിലും അകത്തുള്ള മുറിവ്, അകത്തുള്ള പേടി, അകത്തുള്ള ആങ്സൈറ്റി അപ്പോഴും അതേപോലെ നിൽക്കുന്നതുകൊണ്ട് അത് വീണ്ടും തിരിച്ചു വരുന്നു. ഈ ആങ്സൈറ്റി ലക്ഷണങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷേ നമുക്ക് ഈ ആങ്സൈറ്റി ലക്ഷണങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് സമാധാനിക്കാൻ കഴിയുന്നതിന് പകരം കൂടുതൽ പാനിക്കാവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ റീഅഷുറൻസ് സീക്കിംഗ് ബിഹേവിയർ ആക്ച്വലി ആങ്സൈറ്റി കൂട്ടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. ഇത് ഒന്നാമത്തെ വീഡിയോ ഭാഗമായി കണക്കാക്കണം. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഇതിനെ എങ്ങനെ CBT നമുക്ക് ഉപയോഗിക്കാം, CBT എങ്ങനെ ഈ ചാക്രിക പ്രക്രിയയെ തകർക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഭാഗമായി ഞാൻ അടുത്ത ആഴ്ച വീഡിയോ ആയിട്ടിടാം. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.